മുട്ടുവേദന, ചെവിവേദന, തലവേദന, പെരുപ്പ്, മരപ്പ്, വാദത്തിന്റെ പുളിച്ചിതകട്ടൽ, ഇതൊക്കെ സുഖപ്പെടുത്തുന്ന ഒരു ലാടഗുരു ഞങ്ങളുടെ കൂടെ ഉണ്ട്. എന്താണ് ഇത്? ഇതാണ് നിന്റെ സുവിശേഷം. ബുദ്ധദർശനവും അദ്വൈത ദർശനവും ഒക്കെ ഗ്രഹിച്ചിട്ട് വാട്ട്സ് നെക്സ്റ്റ് ക്രിസ്ത്യാനികൾക്ക് എന്താ പറയണം എന്ന് കേട്ടേക്കാം. അപ്പൊ ഇവിടെ പോയി കേൾക്കണം. അപ്പൊ ഭയങ്കരമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്മേളനം ഇവിടെയാണ്. എന്നാൽ ഞാൻ സമ്മേളനത്തിൽ പോയി കേട്ടേക്കാന്ന് വെച്ച് ഇവര് നിങ്ങളുടെ സമ്മേളനത്തിൽ വന്ന് കസേര പിടിച്ചിരുന്ന് ഇത് കേട്ടാൽ നിങ്ങൾ എന്താണ് ഈ ചീപ്പ് സംഗതിയല്ലേ പറയുന്നത്? ആണോ പറയണ്ടേ? ധനികരെയും പണ്ഡിതരെയും ഒരുപോലെ മോഹിപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ മോഹനീയ സുവിശേഷം അല്ലേ നിങ്ങൾ പറയരുത്? സ്വർഗവും ഭൂമിയും ഒന്നായി തീരുക എന്നുള്ള കാലസമ്പൂർണ്ണതയുടെ വ്യവസ്ഥ അതല്ലേ യാക്കോബക്കാരുടെ കുർബാനക്കിടയിൽ ധൂപക്കുറ്റി വാഴ്ത്തുന്നത്? പുത്രനിലെല്ലാം ഒന്നായി തീരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ധൂപക്കുറ്റിക്കകത്തെ കറുത്ത് കിടക്കുന്ന കരിക്കട്ടകൾ ജ്ഞാനത്താൽ ജ്വലിക്കുന്നു. അപ്പൊ ഈ അറിവ് വരുമ്പോൾ പ്രകാശമുണ്ടാകുന്നു. ഭൂമി പ്രകാശപൂരിതമായി തീരുന്നു. സ്വർഗവും ഭൂമിയും ഒന്നായി തീരുന്നു. ഈ ധൂപക്കുറ്റിയുടെ മേൽത്തട്ടും കീഴ്ത്തട്ടും കൂടെ പറഞ്ഞിരിക്കുന്ന കൂടുതൽ ഗോസ്പൽ ഒന്നും പറയാനില്ലെങ്കിലും ധൂപക്കുറ്റി വാഴ് എന്താണെന്നെങ്കിലും പ്രസംഗിച്ചാൽ ഗോസ്പൽ ആകത്തില്ലേ? ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു എലീറ്റ് ക്ലാസ് ഇന്ത്യയിൽ, ഞാൻ എലീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ജാതിപരമായിട്ടൊന്നുമല്ല, ദൈക്ഷണികമായിട്ടാണ്. ഒരു ഇന്റലക്ച്വൽ എലീറ്റിസത്തെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് അവർ പറയുമ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത്? മുട്ടുവേദന, ചെവിവേദന, തലവേദന, പെരുപ്പ്, മരപ്പ്, വാദത്തിന്റെ പുളിച്ചിതകട്ടൽ, ഇതൊക്കെ സുഖപ്പെടുത്തുന്ന ഒരു ലാടഗുരു ഞങ്ങളുടെ കൂടെ ഉണ്ട്. എന്താ പറയുന്നത്? ഇതാണ് നിന്റെ സുവിശേഷം ആണോ? മാരാമൺ പോലെയുള്ള ഒരു വേദി. കാരണം ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ഒലത്തലാണ് ഇവിടെ ഒലത്തുന്നത്. ആ ശരി, ഏഷ്യയിലെ ഏറ്റവും വലിയ ഭയങ്കരം തന്നെ. ഏടാ ഒരു 10 ബ്രാഹ്മണരെ എന്നാ ഇതൊന്ന് കേട്ടാ ക്രിസ്ത്യാനികൾ എന്താ പറയുന്നത്, എന്താണ് അവരുടെ ആശയം എന്ന് പറയാൻ വേണ്ടി നിങ്ങളുടെ ഈ കൺവെൻഷനിൽ വന്നിരുന്ന് കേട്ടാ നിങ്ങൾ അവിടെ എന്തുട്ടാ പറഞ്ഞു? ബുദ്ധദർശനവും അദ്വൈത ദർശനവും ഒക്കെ ഗ്രഹിച്ചിട്ട് വാട്ട്സ് നെക്സ്റ്റ് ക്രിസ്ത്യാനികൾക്ക് എന്താ പറയണം എന്ന് കേട്ടേക്കാം. അപ്പൊ ഇവിടെ പോയി കേൾക്കണം. അപ്പൊ ഭയങ്കരമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്മേളനം ഇവിടെയാണ്. എന്നാൽ ഞാൻ സമ്മേളനത്തിൽ പോയി കേട്ടേക്കാന്ന് വെച്ച് ഇവര് നിങ്ങളുടെ സമ്മേളനത്തിൽ വന്ന് കസേര പിടിച്ചിരുന്ന് ഇത് കേട്ടാൽ നിങ്ങൾ എന്താണ് ഈ ചീപ്പ് സംഗതിയല്ലേ പറയുന്നത്? ആണോ പറയണ്ടേ? ധനികരെയും പണ്ഡിതരെയും ഒരുപോലെ മോഹിപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ മോഹനീയ സുവിശേഷം അല്ലേ നിങ്ങൾ പറയേണ്ടത്? എങ്ങനെയാണ് പ്രപഞ്ചം ഒന്നായിരിക്കുന്നത് അല്ലേ? സ്വർഗവും ഭൂമിയും ഒന്നായി തീരുക എന്നുള്ള കാലസമ്പൂർണതയുടെ വ്യവസ്ഥ അതല്ലേ യാക്കോബക്കാരന്റെ കുർബാനക്കിടയിൽ ധൂപക്കുറ്റി വാഴ്ത്തുന്നത്? കണ്ടിട്ടില്ലേ? ധൂപക്കുറ്റി എടുത്ത് അച്ഛൻ ഇങ്ങനെ പിടിക്കും, ശുശ്രൂഷകൻ അപ്പുറത്ത് നിൽക്കും, അച്ഛൻ ഇങ്ങനെ പിടിച്ച് ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി അല്ലേ? അപ്പൊ ആദ്യത്തെ ചങ്ങല എടുത്ത് വെച്ചിട്ട് പിതാവിനെ വാഴ്ത്തും. ഖദീശ് അബു ഖദീശോ 4 ചങ്ങലകളാണ് ഈ 2 തട്ടിനെ കണക്ട് ചെയ്ത് വെക്കുന്നത്. രണ്ടാമത് എന്ത് ചെയ്യും? 2ഉം 3ഉം ചങ്ങല ഒരുമിച്ച് പിടിക്കും. അത് യേശുക്രിസ്തുവിലുള്ള ദൈവത്വവും മനുഷ്യത്വവും ചേർത്ത് പിടിച്ചിട്ട് വാഴ്ത്തുകയാണ്, പുത്രനെ വാഴ്ത്തുകയാണ്. എന്ന് പറഞ്ഞാൽ പുത്രനിൽ സ്വർഗവും ഭൂമിയും മനുഷ്യനും ദൈവവും എല്ലാം ഒന്നാകുകയാണ്. അപ്പൊ ഭേദങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു. പുത്രനിൽ ഭേദങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു. എല്ലാം പുത്രനിൽ ഒന്നായിത്തീരുന്നു. പുത്രനിൽ എല്ലാം ഒന്നായിത്തീരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ധൂപക്കുറ്റിക്കകത്തെ കറുത്ത് കിടക്കുന്ന കരിക്കട്ടകൾ ജ്ഞാനത്താൽ ജ്വലിക്കുന്നു. അപ്പൊ ഈ അറിവ് വരുമ്പോ പ്രകാശമുണ്ടാകുന്നു. ഭൂമി പ്രകാശപൂരിതമായി തീരുന്നു. സ്വർഗവും ഭൂമിയും ഒന്നായിത്തീരുന്നു. ഈ ധൂപക്കുറ്റിയുടെ മേൽത്തട്ടും കീഴ്ത്തട്ടും കൂടി, അത് പൗലോസ്ലീഹ എഫേസ്യർക്ക് പറഞ്ഞിരിക്കുന്ന സ്വർഗവും ഭൂമിയും ഒന്നായി തീരുക എന്നുള്ള കാലസമ്പൂർണതയുടെ വ്യവസ്ഥ അതെന്തായിത്തീരുന്നു? ഈ സുവിശേഷം സുഗന്ധമായി പടരുന്നു. അതിനാണ് ധൂപക്കുറ്റി വീശുമ്പോൾ സുഗന്ധം വരുന്നത്. അതാണ് പൗലോസ്ലീഹ കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ സുഗന്ധം ചിലർക്ക് മരണത്തിന് കാരണമാണ്, മരണത്തിന്റെ സുഗന്ധം പോലെ തോന്നും. അപ്പൊ ഇത് സത്യവിശ്വാസത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും നിത്യജീവന്റെയും ഒന്നാകലിന്റെയും അഭേദത്തിന്റെ സുഗന്ധമായി ഇത് പരിലസിക്കുന്നു. കൂടുതൽ ഗോസ്പൽ ഒന്നും പറയാനില്ലെങ്കിലും ധൂപക്കുറ്റിവാഴ് എന്താണെന്നെങ്കിലും പ്രസംഗിച്ചാൽ ഗോസ്പൽ ആകത്തില്ലേ?
ഡിസംബറില് യാക്കോക്കാരുടെ വക മാമാങ്കം ഉണ്ടായിരുന്നു പുത്തൻകുരിശില്. വളരെ മോശം, വളരെ മോശം. ഞാനിപ്പോ മാർത്തോമാക്കാരുടെ കൺവെൻഷന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങളോർക്ക് ഞാൻ പക്ഷം പിടിച്ച് പറയാന്ന്. അത് കാരണം അത് പറഞ്ഞിട്ടേ കാര്യം, ഞാൻ മുമ്പേ തന്നെ പറഞ്ഞു, അവിടെ ഒരുപാട് വൃത്തികെട്ടന്മാര് പാട്ടപ്പിരിവും കൊണ്ട് നടക്കുന്നുണ്ട്, സെന്റ് പോൾസ് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അവരെ പറ്റി പറഞ്ഞിട്ടും കാര്യമില്ല. നിന്റെ ദാസുരമാകുന്ന ഞാനിതാ ഇപ്രകാരം സ്തുതിച്ച് കീർത്തിക്കുന്നു. ദിവ്യജ്ഞാനവട്ടാസിക്കുന്നു. നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്നും ശരീരിയായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിറക്കപ്പെട്ടു, കഷ്ടത അനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേക്ക് ഏറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ടു, പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു.